നല്ല നാളേക്ക് വേണ്ടി ഒരു പുതിയ തുടക്കം കുറിച്ചുകൊണ്ട് നാടും നഗരവും വിജയദശമി കൊണ്ടാടി. സരസ്വതി മണ്ഡപങ്ങളിൽ ആയിരക്കണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. തിന്മയ്ക്കുമേൽ നന്മ വിജയം നേടുന്നത് കാണാൻ നവരാത്രികളിലായി നടന്ന പ്രാർത്ഥനാ വ്രതത്തിന് ശുഭപര്യവസാനം. മഹിഷാസുര നിഗ്രഹത്തിന്റെ ഐതിഹ്യ സ്മരണകളുമായി വീണ്ടും വിജയദശമി. അനന്തപുരിയുടെ വിജയദശമി ആഘോഷങ്ങൾ പത്മതീർത്ഥക്കരയിൽ നിന്ന് തൊഴുതുണർന്നു. തമിഴകത്തു നിന്നും എഴുന്നള്ളി വന്ന സരസ്വതി അമ്മനെ പൂജിച്ചു വെച്ച പകിടശാലയായിരുന്നു നഗരത്തിലെ നവരാത്രി ആഘോഷങ്ങളുടെ ആസ്ഥാനം. യുദ്ധവിജയത്തിന്റെ ആഘോഷ ദിവസം എന്നതിനപ്പുറം മലയാളിക്ക് ആരാധനയുടെ ദിവസമാണ് ദശമി. നല്ല നാളേക്ക് വേണ്ടി വിദ്യാരംഭമെന്ന പുതിയ തുടക്കം കുറിക്കാനുള്ള മുഹൂർത്തം. ജീവിതത്തിന്റെ ആലംബമായ വിദ്യയെ അഷ്ടമിക്കും നവമിക്കും പൂജയ്ക്ക് വെച്ച ശേഷമുള്ള വീണ്ടെടുക്കൽ. അക്ഷരങ്ങളെ ജീവിതോപാധിയാക്കിയവർ മണൽത്താലത്തിൽ ഹരിശ്രീ എഴുതി വിദ്യാരംഭം കുറിച്ചു. ക്ഷേത്രങ്ങളോടനുബന്ധിച്ചൊരുക്കിയ സരസ്വതി മണ്ഡപങ്ങളും സാംസ്കാരിക നിലയങ്ങളും വിദ്യാരംഭ ചടങ്ങിന് വേദിയായി. തൗര്യത്രികങ്ങളുടെ ആദ്യാക്ഷരങ്ങളുമായി കലാക്ഷേത്രങ്ങളും വിദ്യാരംഭം കുറിച്ചു. നവരാത്രിയുടെ അവസാന പാദത്തിൽ എല്ലാ തൊഴിലിടങ്ങളും പൂജാസങ്കേതമായി. നവമിയിലെ ആരാധനയ്ക്ക് ശേഷം പൂജിച്ച ആയുധങ്ങൾ ഏറ്റുവാങ്ങി തൊഴിൽ സമൂഹം കർമ്മജീവിതത്തിന്റെ പുതിയ തുടക്കം കുറിച്ചു. അങ്ങനെ വിജയദശമി പുതിയൊരു നല്ല വർഷത്തിന്റെ തുടക്കമായി.